Good morning to all. Next topic, features of human resource management. There are certain features for human resource management. First one, management function. Human resource management is an essential component of general management. Therefore, HRM involves the application of management functions and principles. The functions and principles are applied for acquiring, developing, maintaining, and remunerating employers in organization. അപ്പോൾ നോക്കാം നമുക്ക് മാനേജ്മെൻറ്റ് ഫങ്ഷനാണ് എന്നുള്ളതാണ്. ഇപ്പോൾ ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റ് ഒരു മാനേജ്മെൻറ്റ് ഫങ്ഷനാണ്. അപ്പോൾ നമുക്കറിയാം മാനേജ്മെൻറ്റ് ഫങ്ഷൻ എന്ന് പറഞ്ഞാൽ പ്ലാനിങ്, ഓർഗനൈസിങ്, ഡയറക്റ്റിംഗ്, കൺട്രോളിങ് ഒക്കെയാണ്. അപ്പോൾ ഹ്യൂമൻ റിസോഴ്സിന് വേണ്ടിയിട്ട് ഇതൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ടെന്നുള്ളതാണ്. ഹ്യൂമൻ റിസോഴ്സിന് വേണ്ടിയിട്ട് പ്ലാൻ ചെയ്യുന്നുണ്ട്. ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റ് ഈസ് ആൻ എസെൻഷ്യൽ കമ്പോണൻറ്റ് ഓഫ് ജനറൽ മാനേജ്മെൻറ്റ്. അതായത് ജനറൽ മാനേജ്മെൻറ്റ് എന്ന് പറയുമ്പോൾ പ്ലാനിങ്, ഓർഗനൈസിങ്, ഡയറക്റ്റിംഗ്, കൺട്രോളിംഗ് ഒക്കെയാണ് വരുന്നത്. അപ്പോൾ ഇതൊക്കെ നമ്മൾ കൂടുതലായിട്ടും ചെയ്യുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? ഹ്യൂമൻ റിസോഴ്സിന് വേണ്ടിയിട്ടാണ് എന്നുള്ളതാണ്. ഓർഗനൈസിങ്, ഡയറക്റ്റിംഗ്, കൺട്രോളിംഗ്, സ്റ്റാഫിംഗ്. അപ്പോൾ ഹ്യൂമൻ റിസോഴ്സുമായിട്ട് ഏറ്റവും റിലേറ്റഡ് ആയിട്ടുള്ള ഫംഗ്ഷനാണ് സ്റ്റാഫിംഗ് ഫംഗ്ഷൻ എന്ന് പറയുന്നത്. അവരെ റിക്രൂട്ട് ചെയ്യുക, അവർക്ക് കോമ്പൻസേഷൻ കൊടുക്കുക, അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെയാണ് സ്റ്റാഫിങ്ങിൽ വരുന്നത്. അപ്പോൾ ഒരു ഓർഗനൈസേഷൻ പെർഫോം ചെയ്യുന്ന മാനേജ്മെൻറ്റ് ഫങ്ഷൻ എന്ന് പറയുന്നത് അത് ഏറ്റവും കൂടുതലായിട്ട് വേണ്ടി വരുന്നത് ഹ്യൂമൻ റിസോഴ്സിന് വേണ്ടിയിട്ടാണ് എന്നുള്ളതാണ്. HRM also involve the application of management functions and principles. The functions and principles are applied for acquiring, developing, maintaining and remunerating എംപ്ലോയേഴ്സ് എന്നാണ് ഇവിടെ ഉള്ളത്. എംപ്ലോയർ അല്ല, എംപ്ലോയീസ് ഇൻ ഓർഗനൈസേഷൻ ആണ്. എംപ്ലോയീസ് ഇൻ ഓർഗനൈസേഷൻസ്. അപ്പോൾ ഓർഗനൈസേഷനിലുള്ള എംപ്ലോയീസിനെ അക്വയർ ചെയ്യാനും ഡെവലപ്പ് ചെയ്യാനും മെയിൻറ്റെയിൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ടൊക്കെയാണ് നമ്മളിവിടെ മാനേജ്മെൻറ്റ് ഫങ്ഷൻസും അതുപോലെ തന്നെ പ്രിൻസിപ്പിൾസും ഒക്കെ നമ്മൾ യൂസ് ചെയ്യുന്നതെന്നുള്ളതാണ്. And the second one, comprehensive function. HRM is a comprehensive function because it is related with managing people at work. It covers all types of people at all levels of organization. So it is comprehensive function. It covers all types of people at all levels of organization. It is concerned with every employees in the organization, whether it is in the lower level of management or it is in the top level of management. And it covers all types of employees, that means superior, subordinates, etc. And the third one, individual consideration. Every employee is considered as an individual. Programs and policies are designed with a view to facilitate employee satisfaction and growth. That is, in human resource management, every employee is considered as an individual. Individual consideration is given to employees, and the programs, policies are designed with a view to facilitate employee satisfaction and growth. That means the policies of the organization are designed to satisfy individual employees. ഓരോ ഇൻഡിവിജ്വൽ എംപ്ലോയീസിനെ മുന്നിൽ കണ്ടുകൊണ്ടാണ് അവർ പ്രോഗ്രാംസും പോളിസീസും ഒക്കെ ഫ്രെയിം ചെയ്യുന്നത്. ആൻഡ് ഫോർത്ത് വൺ, ആക്ഷൻ ഓറിയൻറ്റഡ്. ഹ്യൂമൻ റിസോഴ്സ് management is action oriented. All the activities are undertaken to solve a personal problem to achieve both organizational and personal objectives. Human resource management is action oriented. All the activities are undertaken to solve a personal problem to achieve both organizational and personal objectives. ആക്ഷൻ ഓറിയൻറ്റഡ് ആണ് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റ്. എന്താണ്? ഡിഫറെൻറ്റ് ആക്ടിവിറ്റീസ് അതിനകത്ത് ഇൻക്ലൂഡഡ് ആണ്. എന്തിനു വേണ്ടിയിട്ടുള്ള ആക്ടിവിറ്റീസാണ്? ടു സോൾവ് ദ പേഴ്സണൽ പ്രോബ്ലം ആൻഡ് ടു അച്ചീവ് ദ ഓർഗനൈസേഷണൽ ആൻഡ് പേഴ്സണൽ ഒബ്ജക്റ്റീവ്സ്. ആൻഡ് നെക്സ്റ്റ് വൺ, ഫിഫ്ത്ത് വൺ, കണ്ടിന്യൂസ് ഫങ്ഷൻ. ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റ് ഈസ് എ കണ്ടിന്യൂസ് ഫങ്ഷൻ. ഇറ്റ് ഈസ് നെവർ എൻഡിങ് പ്രോസസ്. ദ ഫങ്ഷൻ ടേക്ക് പ്ലേസ് ഇൻ ദ ബിസിനസ് continuously from its commencement to closure. There is no holiday for human resource management. Without employees, organization cannot run. While an organization function its activities or perform its activities, there is
human resources or employees. So at every time the human resource want to be managed. So it is a continuous function. It is a never ending process. And the sixth one, development of human resources. It is concerned with the development of human resources. The knowledge, capability, skills and potentialities of employees are developed to achieve both individual and organizational goals. Development of human resources. For developing human resources, the organization provided training and development programs for the employees. Development of human resources, it is concerned with the development of human resources. The knowledge, capability, skill and potentialities of employees are developed to achieve both individual and organizational goals. അപ്പോൾ ഇൻഡിവിജ്വൽ ഗോൾസ് ഉണ്ടാവും. ഇൻഡിവിജ്വൽ ഗോൾസ് എന്ന് പറഞ്ഞാൽ എന്താ, ഓരോ എംപ്ലോയീസിനും അവരുടേതായിട്ടുള്ള നോളജ് ഇൻക്രീസ് ചെയ്യണമെന്നും സ്കിൽ ഇൻക്രീസ് ചെയ്യണമെന്നൊക്കെയുള്ള ആഗ്രഹങ്ങളുണ്ടാവും. ഇനി അതുപോലെ തന്നെ ഓർഗനൈസേഷണൽ ഗോൾസ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഓർഗനൈസേഷൻ്റെ ഗോൾസ് എന്ന് പറയുന്നത് ഓർഗനൈസേഷൻ്റെ അൾട്ടിമേറ്റ് ഗോളായിട്ടുള്ള പ്രോഫിറ്റ് മാക്സിമൈസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്, പ്രോഫിറ്റ് അച്ചീവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഓർഗനൈസേഷൻ സെറ്റ് ചെയ്തിട്ടുള്ള ചില ഗോൾസ് ആയിരിക്കും. അപ്പോൾ അത് അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇൻഡിവിജ്വൽ എംപ്ലോയീസിൻ്റെ സ്കില്ലൊക്കെ ഇമ്പ്രൂവ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എംപ്ലോയീസിനെ ഡെവലപ്പ് ചെയ്യുക എന്നുള്ളത് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റിൽ വരുന്നതാണ്. നെക്സ്റ്റ്, പെർവാസീവ് ഇൻ നേച്ചർ. പെർവാസീവ് ഇൻ നേച്ചർ നമുക്കറിയാം, HRM ഫൗണ്ട് to exist in business as well as non-business organizations such as education, healthcare, recreation and the like. It can be applied in all areas where people element is involved. Therefore, its application is not confined to one industry alone. Pervasive nature നമുക്കറിയാം, spread in everywhere. Human resource management exist in business as well as non-business organization. ബിസിനസ് ആയിക്കോട്ടെ, നോൺ ബിസിനസ് ഓർഗനൈസേഷൻ ആയിക്കോട്ടെ. നോൺ ബിസിനസ് ഓർഗനൈസേഷൻ എന്ന് പറയുമ്പോൾ എന്താണ്, എഡ്യൂക്കേഷൻ, ഹെൽത്ത് കെയർ, റിക്രിയേഷൻ, ഇതൊക്കെയാണ് നോൺ ബിസിനസ് ഓർഗനൈസേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഏതൊരു ബിസിനസ് ആണെങ്കിലും അവിടെയൊക്കെ എന്തുണ്ടാവും, ഏതൊരു ഓർഗനൈസേഷൻ ആണെങ്കിലും അവിടെയൊക്കെ എംപ്ലോയീസ് ഉണ്ടാകും, ഹ്യൂമൻ റിസോഴ്സ് ഉണ്ടാകും. അപ്പോൾ അവരെ മാനേജ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് പെർവാസീവ് ഇൻ നേച്ചർ എന്ന് പറയുന്നത്, എല്ലായിടത്തും വ്യാപിച്ചു കിടക്കുന്നു എന്നുള്ള അർത്ഥത്തിലാണ് പറയുന്നത്. ആൻഡ് നെക്സ്റ്റ് വൺ, അച്ചീവ്മെൻറ്റ് ഓഫ് ഒബ്ജക്റ്റീവ്സ്. Human resource management is an essential element that help an organization to achieve its objectives in the future by providing competent and well-motivated employees. അപ്പോൾ ഓർഗനൈസേഷൻ്റെ ഒബ്ജക്റ്റീവ് അച്ചീവ് ചെയ്യുക എന്നുള്ളതാണ് പറയുന്നത്. ഒബ്ജക്റ്റീവ് അച്ചീവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള എസെൻഷ്യൽ ആയിട്ടുള്ള എലമെൻ്റാണ് ഓർഗനൈസേഷനിലുള്ള എംപ്ലോയീസിനെ നല്ല രീതിയിൽ മാനേജ് ചെയ്യുക എന്നുള്ളത്. ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റ് ഈസ് ആൻ എസെൻഷ്യൽ എലമെൻറ്റ് ദറ്റ് ഹെൽപ്സ് ആൻ ഓർഗനൈസേഷൻ ടു അച്ചീവ് ഇറ്റ്സ് ഒബ്ജക്റ്റീവ്സ് ഇൻ ദ ഫ്യൂച്ചർ ബൈ പ്രൊവൈഡിങ് കോമ്പീറ്റൻറ്റ് ആൻഡ് വെൽ മോട്ടിവേറ്റഡ് എംപ്ലോയീസ്. അപ്പോൾ നമ്മുടെ ഫ്യൂച്ചറിലെ ഒബ്ജക്റ്റീവ് അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യണം, കോമ്പീറ്റൻ്റ് ആയിട്ടുള്ള വെൽ മോട്ടിവേറ്റഡ് ആയിട്ടുള്ള എംപ്ലോയീസിനെ ആവശ്യമുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഹ്യൂമൻ റിസോഴ്സ് ആവശ്യമുണ്ട് എന്നുള്ളതാണ്. ആൻഡ് നെക്സ്റ്റ് വൺ, ഹ്യൂമൻ ബിഹേവിയർ. The primary task of HRM is to deal with the complex nature of human relationship within the organization. It is concerned with the employees' behavioral, emotional and the social aspects. അപ്പോൾ ഹ്യൂമൻ ബിഹേവിയറിനെ ബേസ് ചെയ്തിട്ടുള്ളതാണ് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത്. The primary task of HRM is to deal with the complex nature of human relationship within the organization. അപ്പം ഇൻഡിവിജ്വൽസ് ആണ്, അപ്പോൾ അവർ ഒരു ടീമായിട്ട് പ്രവർത്തിക്കുന്നവരാണ്. അപ്പോൾ എന്താണ്, ഒരു ഗ്രൂപ്പിലായി കഴിയുമ്പോൾ അവരുടെ നേച്ചർ എന്നൊക്കെ പറയുന്നത് കോംപ്ലക്സ് നേച്ചർ ആയിരിക്കും. എംപ്ലോയറുമായിട്ടുള്ള റിലേഷൻഷിപ്പിൽ, മറ്റുള്ള എംപ്ലോയീസും ആയിട്ടുള്ള റിലേഷൻഷിപ്പിലൊക്കെ കോംപ്ലക്സിറ്റീസ് വരാം. അപ്പോൾ അതിനെ ബേസ് ചെയ്തിട്ട്, എംപ്ലോയീസിൻ്റെ ബിഹേവിയറിനെ ബേസ് ചെയ്തിട്ട്, അവരുടെ ഇമോഷനെ ബേസ് ചെയ്തിട്ട്, സോഷ്യൽ ആസ്പെക്റ്റിനെ ബേസ് ചെയ്തിട്ടൊക്കെ അവരെ മാനേജ് ചെയ്യുക എന്നുള്ളതാണ് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റ് ഉദ്ദേശിക്കുന്നത്. And last one, new discipline. As a discipline, human resource management is of a recent origin. It started in the end of 19th century. 19th സെഞ്ച്വറിയുടെ അവസാനത്തിലാണ് ഈ ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റ് എന്ന് പറയുന്ന ഒരു ഡിസിപ്ലിൻ തന്നെ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് എന്നുള്ളതാണ്.
അപ്പോൾ ഈ 10 പോയിൻ്റ് എഴുതിയില്ലെങ്കിലും കുഴപ്പമില്ല, നിങ്ങളൊരു 8 പോയിൻ്റ് നോട്ട് ചെയ്താൽ മതി. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും 8 പോയിൻ്റ് നോട്ട് ചെയ്യുക. അപ്പോൾ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നമുക്ക് അടുത്ത ഓൺലൈൻ ക്ലാസ്സിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.